ഹായ്, എല്ലാവർക്കും നമസ്കാരം. JVS വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക പായസമാണ്. അതിന് വേണ്ടിയിട്ട് ചക്ക നന്നായിട്ട് വേവിച്ച് വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചക്ക വേവിക്കണത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതെയായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു. ഇപ്പം അച്ഛനും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ടൈം ഞാൻ ചക്ക വേവിക്കുന്ന വീഡിയോ ഇടാം കേട്ടോ. ഇനി നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ആദ്യം വേണ്ടത് നല്ല കട്ടിയുള്ളൊരു പാത്രം വേണം. അതിലേക്ക് വേവിച്ച് വെച്ച് ചക്ക ഇടുക. അതിനുശേഷം രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ രണ്ടാം പാലും ഒന്നാം പാലൊക്കെ ജിതേഷേട്ടൻ തന്നെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. എനിക്ക് മൂപ്പർക്ക് ചക്ക പായസം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ചക്ക അപ്പാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അപ്പത്തിനുള്ള കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ചക്ക പായസം വേവിക്കേണ്ടത് രണ്ടാം പാലിലാണ്. രണ്ടാം പാൽ ഒഴിച്ചു. അതിനുശേഷം ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ. ഇതിൽ ഇങ്ങനെ ചക്കയും കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടല്ലേ, അതിങ്ങനെ ഇളക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകളായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പിന്നെ ഒരു ക്രീം പോലെയാണ് ഈ ചക്ക, അതുകൊണ്ട് അധികം കട്ടകളൊന്നുമില്ല. എന്നാലും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഇതൊരു നല്ല ടൈറ്റായിട്ട് തോന്നി പായസം, അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്തിരി മതി, ഇത്തിരി ചെറിയ ചൂടിൽ കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. ഇത് ചക്ക വെന്തതായതുകൊണ്ട് അധികം നന്നായിട്ട് തിളയ്ക്കൊന്നും വേണ്ട, പാകത്തിന് തിളച്ചാൽ മതി. നാളികേരപ്പാൽ ശർക്കര എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചക്കപ്പായസം ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. ഇത് ചക്ക നന്നായിട്ട് വെന്തതാവുണ്ട്. ഒരു 2-3 ദിവസം പിടിച്ചിട്ടാണ് ഞാനിത് വഴറ്റി ഈ ചക്ക ഈ കളറിലാക്കി കൊണ്ടുവന്നത്. പിന്നെ ശർക്കര നല്ല കറുത്ത കളറുള്ള ശർക്കരയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു കളറും കൂടെ ആണിത്. ജിതേഷേട്ടൻ അവിടെ പായസം കുടിക്കാൻ റെഡിയായിട്ട് ക്ഷമ നശിച്ചിരിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് വേഗം റെഡിയാക്കാം. ഒരു 5 മിനിറ്റും കൂടെ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിങ്ങനെയാണോ ചക്കപ്പായസം ഉണ്ടാക്കാറ്? ചക്കപ്പായസം ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എന്നെ ഒന്ന് അറിയിക്കണം. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്നാം പാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പായസം നല്ല ചൂടാണ്, അപ്പോൾ ചൂടോടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ നിങ്ങളെല്ലാവരും പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ എൻ്റെ പായസം റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഞാൻ നെയ്യിൽ വറുത്ത് കോരി വെച്ചതാണ്. നെയ്യ് ഞാൻ ചക്ക വഴറ്റിയ സമയത്ത് കുറച്ച് ആഡ് ചെയ്തിരുന്നു, അതുകൊണ്ട് ആ നെയ്യിൻ്റെ കുത്തിൽ എനിക്ക് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വറുത്തിട്ട് നെയ്യോട് കൂടി ഒഴിക്കാത്തത്. അങ്ങനെ ചക്ക പായസം റെഡിയായി. ക്ഷമ നശിച്ചിരിക്കണ ജിതേഷേട്ടൻ്റെ അടുത്ത് പായസം കൊണ്ടു ചെന്ന്, എന്താണ് ആ പുഞ്ചിരി നോക്കി. ഇനി കുടിച്ചിട്ട് എന്താ റിപ്ലൈ എന്നും കൂടെ നോക്കാം. ജിതേഷേട്ടന് പായസം ഇഷ്ടമായി. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാണെന്ന് കരുതുന്നു. ബൈ.